എല്ലാ വർഷവും ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പാവയ്ക്ക് ഇന്റർനെറ്റ് കീഴടക്കാറുണ്ട്. വളരെ അഭിനിവേശമായ ആളുകൾക്കിടയിൽ മാറാറുമുണ്ട്. 2023 ഈ കോഫി പ്രേമികൾക്കിടയിൽ വൈറലായ ആവേശം ജ്വലിപ്പിച്ച ഇൻസുലേറ്റഡ് ടംബ്ലറായ സ്റ്റാൻലി മഗ് ആയിരുന്നെങ്കിൽ ജപ്പാൻ പ്രചോദിത മാച്ച വിസ്ക് സെറ്റുകളും കിറ്റുകളുമൊക്കെ ഇന്റർനെറ്റിൽ ഹിറ്റായി മാറിയിരുന്നെങ്കിൽ ഇതിനൊടുവിൽ 2025 മാർക്കറ്റ് കീഴടക്കുകയാണ് ലബൂബു പാവകൾ. ഇതിന്റെ ട്രെൻഡ് ഒന്ന് കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ലബൂബു പാവകളെ വെച്ച് മറ്റൊരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അഗ്ലി ക്യൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാവകൾക്ക് ആരാധകർ ഏറെയാണ് എന്നാണ് ട്രെൻഡുകൾ പറയുന്നത്. ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ് മാർട്ടാണ് ഈ പാവകൾ പുറത്തിറക്കിയത്. വലിയ രസകരമായ ലുക്കുള്ള ക്യൂട്ടായിട്ടുള്ള പാവകളല്ല, മറിച്ച് കൂർത്ത ചെവികളും വലിയ കണ്ണുകളും 9 പല്ലുകളും ഒക്കെ കാണിച്ചു നിൽക്കുന്ന ഈ പാവകൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വാങ്ങാൻ കസ്റ്റമേഴ്സിന് സാധിക്കില്ല. പകരം ഒരു ബ്ലൈൻഡ് ബോക്സിലാണിത് കിട്ടുക. തുറന്നാൽ മാത്രമാണ് ഇത് ഏത് കളറിലാണ് ഈ പാവകളുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മിസ്റ്ററിയാണ് ജനറേഷനുകൾ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ പാവയിലേക്ക് ആകർഷിക്കുന്നത്. ചൈനയിലാണ് കോവിഡിന് പിന്നാലെ ലബൂബു ശ്രദ്ധ നേടുന്നത്. പുറത്തിറങ്ങി 4 വർഷത്തിനു ശേഷം ഇതിപ്പോൾ ആഗോള മാർക്കറ്റിനെ കീഴടക്കുകയാണ്. അതോടെ വൻതോതിൽ പാവകൾ വിറ്റഴിക്കുകയും പോപ്പ് മാർട്ട് ഇന്റർനാഷണലിന്റെ സ്ഥാപകനായ വാങ് നിങ് ചൈനയിലെ ഏറ്റവും ധനികനായ 10 ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിയെന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പാവ ഒരു ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റം. കെ പോപ്പ് താരങ്ങൾ അതുപോലെ സെലിബ്രിറ്റീസ് ഒക്കെ ഈ പാവകളെ കീചെയിനുകളായി ധരിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവയ്ക്ക് പ്രചാരം ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രവണതകൾക്ക് പിന്നിൽ ആഴമേറിയൊരു കഥയുണ്ട്. ഇന്റർനെറ്റ് വൈറലിറ്റിയിലൂടെ ആഗോള ഉപഭോക്തൃ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് വർദ്ധിച്ചു വരുന്ന സ്വാധീനം. ലബൂബുവിനെ അതുല്യമാക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ വേഗത, അതിൻ്റെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിനെ പിടിക്കാൻ പറ്റിയ അതിൻ്റെ സാധ്യതകളുമൊക്കെയാണ്. 2024 മാത്രം ലബൂബുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ആഗോള വ്യാപാരത്തിൽ ഏകദേശം $1.6 ബില്യൺ സൃഷ്ടിച്ചു. അതിൽ ഭൂരിഭാഗവും ടിക്ടോക്ക്, സിയാവോങ് ഹുഷു അഥവാ ചൈനയുടെ ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പ്, യൂട്യൂബ് എന്നിവയാൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിലൂടെ പ്രചാരം ലഭിച്ച ഒരു മാർക്കറ്റിലൂടെ എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ ബ്രാൻഡായിരുന്ന സ്റ്റാൻലി കപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലബൂബിൻ്റെ ഉയർച്ച പൂർണ്ണമായും ചൈനയുടെ ഒരു പുതിയ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ നിന്നാണ് ഉദയം കൊണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയാവോങ് ഷു, അതാ വെയ്ബോ, ഡൗയിൻ എന്നൊക്കെ ചൈനയുടെ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ മുമ്പന്നത്തെക്കാളും വേഗത്തിൽ അതിർത്തികൾ കടക്കുന്ന വൈറൽ ട്രെൻഡുകൾക്ക് വളക്കൂറുള്ളൊരു മണ്ണ് സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഉൽപ്പന്നം ചൈനയിൽ പ്രചാരം നേടുന്നു. അത് സ്വാഭാവികമായും അവിടുത്തെ ജെൻസി അല്ലെങ്കിൽ മില്ലേനിയൽ ജനറേഷനിലൊക്കെ പെടുന്ന ആളുകൾ അത് അവരുടെ ടിക്ടോക്കിലോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള അവിടുത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. കുറച്ചതിന് ശേഷം അതിൻ്റെ ജനപ്രീതി തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും പിന്നീട് സ്വാധീനം ചെലുത്തുന്നവരിലൂടെ, ഇൻഫ്ലുവൻസസിലൂടെ, അത് ട്രെൻഡാകാൻ വേണ്ടി അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളിലൂടെ, ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലൂടെ ഇത് പാശ്ചാത്യ വിപണികളിലേക്കും വ്യാപിക്കും. ലബൂബു ഒരു പ്രധാന ഉദാഹരണമാണിതിൽ. തുടക്കത്തിൽ ചൈനീസ് സർക്കിളുകളിൽ പ്രിയങ്കരമായിരുന്ന ഈ കളിപ്പാട്ടം സ്വാധീനം ചെലുത്തുന്നവർ അപൂർവ പതിപ്പുകൾ അൺബോക്സ് ചെയ്യാനൊക്കെ, അതായത് മിസ്റ്ററി ബോക്സ് അൺബോക്സിംഗ് പോലുള്ള വീഡിയോകളിലൂടെ വമ്പൻ ശേഖരങ്ങൾ, അതായത് ഒന്നിലധികം ലബൂബു അല്ലെങ്കിൽ വലിയ കാർട്ടിൽ നിറയെ ലബൂബു വാങ്ങിച്ചുകൊണ്ട് അത് പ്രദർശിപ്പിക്കാനും ലബൂബു തീമുറികൾ നിർമ്മിക്കാനും ഒക്കെ തുടങ്ങുന്ന ട്രെൻഡുകളൊക്കെ തുടങ്ങിയതോടുകൂടി ലബൂബുവിന് വലിയ പ്രചാരം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. പാശ്ചാത്യ സോഷ്യൽ മീഡിയ ഫീഡുകളിലേക്ക് ഇത് വ്യാപിക്കുന്നു. പരമ്പരാഗത മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഇല്ലാതെ ലബൂബുവിനെ ഒരു വൈറൽ ആഗോള ബ്രാൻഡാക്കി ഇത് മാറ്റുകയാണ്. ചൈന ഇപ്പോൾ ഒരു ട്രെൻഡ് സെറ്ററാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു നിർമ്മാണ കേന്ദ്രം മാത്രമല്ല, ചൈനീസ് ഇറക്കുമതികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ തീരുവ അമേരിക്ക ചുമത്തുന്ന ഘട്ടത്തിൽ ഇതൊരു ആഗോള ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ചൈനയുടെ ആധിപത്യം എന്നേക്കുമായി മന്ദഗതിയിലാക്കുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരുമൊക്കെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചൈന ഇതിനെ മറികടന്ന് ചെറുകിട വ്യവസായങ്ങൾ, ഡിസൈനർ കളിപ്പാട്ടങ്ങൾ, സൗന്ദര്യാത്മകമായ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഉപഭോക്തൃ വസ്തുക്കൾ, ഡിജിറ്റൽ വെറൈറ്റികൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ ചൈനയ്ക്കുണ്ട് എന്നത് തന്നെ കൊണ്ട് ഈ പ്രതിസന്ധികളെ ഒക്കെ ചൈനയ്ക്ക് മറികടക്കാൻ നിസ്സാരമായി സാധിച്ചു. ലോകമെമ്പാടും ആരാധിക്കപ്പെടുന്ന ലബൂബു പാവകൾ മുതൽ ഈ പേസ്റ്റൽ നിറമുള്ള ധാരാളം സ്റ്റേഷനറി, അതായത് ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളറിലുള്ള ലൈറ്റ് ഷെയ്ഡിലുള്ള സ്റ്റേഷനറി ഐറ്റങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, മുറിയെ അലങ്കരിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ ചെറുതും എന്നാൽ വൈറലുമായ ഉൽപ്പന്നങ്ങളിലൂടെ ചൈനയുടെ ഒരു വൈദഗ്ധ്യം ഈ ജെൻസി കിഡ്സിനെ അല്ലെങ്കിൽ മില്ലേനിയൽസിനെയൊക്കെ വലിയ പെട്ടെന്ന് സ്വാധീനിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആധുനിക ഉപഭോക്തൃ പ്രവണതകളെ ചൈന യഥാർത്ഥത്തിൽ പുനർനിർവചിച്ചു. ഈ ചൈന യുവ സംരംഭകർക്ക് ധാരാളമായ സാധ്യതകളും ചാൻസുകളും ഒക്കെ നൽകുന്നുണ്ട്. പണം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഈ ടെക് ഭീമന്മാരെ ചുറ്റിപ്പറ്റി അല്ലാത്ത
അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അതിനെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ എന്നാൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിർമ്മിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. വലിയ വലിയ സാധനങ്ങൾ അല്ലാതെ മിനി റൈസ് കുക്കറുകൾ, ചെറിയ ഫാനുകൾ, പാസ്റ്റൽ വാട്ടർ ബോട്ടിലുകൾ, ലബൂബ് പോലുള്ള കളിപ്പാട്ടങ്ങൾ, സ്കിൻ കെയർ ചില റോളറുകൾ, LED ലാമ്പുകൾ, കീ ചെയിനുകൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ കാണാൻ വളരെ ഭംഗിയുള്ളത്. എന്നാൽ ഈട് നിൽക്കണം നിർബന്ധമില്ല. ഒരു ഉപഭോക്തൃ സംസ്കാരമാണ് ഇവിടെ തുടങ്ങുന്നത്. ചൈനീസ് ടിക്ടോക്ക്, ടവാബാവോ, വീചാറ്റ് തുടങ്ങിയ ആപ്പുകളൊക്കെ ഇതിന് വലിയ പ്രാധാന്യം ചൈനയിൽ ആദ്യം നൽകും. അങ്ങനെ അതൊരു വലിയ ലൂപ്പായി ലോകമെമ്പാടും വ്യാപിക്കും. ഈ ചൈനയുടെ കവായി അഥവാ ക്യൂട്ട് ഡിസൈൻ തത്വശാസ്ത്രമൊക്കെ ഇതിൽ വലിയ നിർണായകമായി പങ്കുവച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വാങ്ങലുകളിൽ ഒരു ഡോപ്പാമൈൻ ഉത്തേജിപ്പിക്കും ആളുകളിൽ. ആലിബാബയുടെ അലി എക്സ്പ്രസ്, ടെമു, ഷീൻ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉപഭോക്താക്കൾക്ക് ഇത് നേരിട്ട് വിൽപ്പന നടത്തിയുമൊക്കെ ചൈനയ്ക്ക് എങ്ങനെയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഉപയോഗിക്കണമെന്നും അവരുടെ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയെ കീഴടക്കണമെന്നും അവർക്കറിയാം. മാത്രമല്ല റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ ഒന്നാണ് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ്. ആൻഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സോഷ്യൽ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ മൈക്രോ ബ്രാൻഡുകൾ നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും പച്ച പിടിക്കാനും തുടങ്ങി. ഷീൻ, ടെമു, ടിക്ടോക്ക് ട്രെൻഡുകൾ ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ചെറുകിട സാധനങ്ങൾ ദിവസേന കയറ്റുമതി ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ഫാഷൻ ഭീമന്മാരായി മാറി. ഷവോമി ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, അതായത് മിനി ഹ്യൂമിഡിഫയറുകൾ, ഡെസ്ക് ഫാനുകൾ, മിനുസമാർന്ന രൂപകൽപ്പനയുള്ള അതൊക്കെ ഇവ വലിയ ചെറിയ തുകയിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. എന്നാൽ ഒരു അലങ്കാര വസ്തുവും അതേസമയം ഉപയോഗമുള്ള സാധനങ്ങളുമായി ഇതിന് ഉപയോഗിക്കാനും സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാലും ചൈനയ്ക്ക് അറിയാം എങ്ങനെയാണ് ആ കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന്. ചൈനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമുള്ള സർക്കാരാണെങ്കിലും അവർ അവരുടെ ചൈനയുടെ മാർക്കറ്റിനെ ലോക മാർക്കറ്റിലേക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. നിരവധി നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള ചെറുതായിട്ടുള്ള ഉൽപ്പന്ന നിർമ്മാണങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ലബൂബു അടക്കമുള്ള പുതിയ പുതിയ രീതികളിലൂടെ ചൈന ലോകത്തെ കീഴടക്കുകയാണ്. അതിൻ്റെ മാർക്കറ്റിലെ ട്രെൻഡ് സെറ്ററായി മാറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാനാവുന്ന ഒന്നല്ല.